ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 16 ബുധനാഴ്ച. കേന്ദ്ര സർക്കാർ എല്ലായ്പ്പോഴും കർഷക ക്ഷേമത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും കർഷകരുടെ ആശങ്കകൾ പരിഗണിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിപക്ഷത്തുള്ളവർക്ക് അവരുടെ സർക്കാരിന്റെ കാലത്ത് ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ലെന്നും ഇന്ന് രാജ്യം ചരിത്രപരമായ ചുവടുവെപ്പ് നടത്തുമ്പോൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും പ്രധാനമന്ത്രി. പുതിയ കാർഷിക നിയമങ്ങളെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. എങ്കിലും പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായി യഥാർത്ഥ കർഷക സംഘടനകളുമായി തുറന്ന ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. 20 ദിവസം പിന്നിടുന്ന കർഷക നിയമങ്ങൾക്കെതിരായ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സമരമാർഗവുമായി കർഷക സംഘടനകൾ. കടലാസു സംഘടനകളെ രംഗത്തിറക്കി കർഷക പ്രക്ഷോഭത്തെ തകർക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമം വിലപ്പോവില്ലെന്ന് കിസാൻ സഭാ നേതാക്കൾ പ്രതികരിച്ചു. പഞ്ചാബിൽ വർഗീയ സംഘർഷങ്ങൾ ഊതിക്കത്തിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് ശിരോമണി അകാലിദൾ നേതാവ് സുഖ്ബീർ സിംഗ് ബാദൽ. രാജ്യത്തെ യഥാർത്ഥ തുക്കടെ തുക്കടെ ഗ്യാങ് BJPയാണെന്നും അവർ ദേശീയ ഐക്യത്തെയും സമാധാനത്തെയും തകർത്തുവെന്നും സുഖ്ബീന്ദർ സിംഗ് ബാദൽ പറഞ്ഞു. ഹിന്ദുക്കളെ മുസ്ലിങ്ങൾക്കെതിരെ തിരിച്ച അവർ ഇപ്പോൾ പഞ്ചാബി ഹിന്ദുക്കളെ അവരുടെ സിഖ് സഹോദരന്മാർക്കെതിരെ, പ്രത്യേകിച്ച് കൃഷിക്കാർക്കെതിരെയാക്കിയെന്നും ബാദൽ ആരോപിച്ചു. ദില്ലി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നഴ്സിംഗ് ജീവനക്കാർ നടത്തിവരുന്ന സമരം ദില്ലി ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പിൻവലിച്ചു. കോടതി ഉത്തരവിനെ മാനിച്ചാണ് സമരം പിൻവലിച്ചതെന്ന് നഴ്സസ് യൂണിയൻ വ്യക്തമാക്കി. ഗാർഹികാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില സിലിണ്ടറിന് ഇന്നലെ 50 രൂപ വർദ്ധിച്ചു. ഇതോടെ കൊച്ചിയിൽ വില 701 രൂപയായി. രണ്ടാഴ്ചയ്ക്കിടെ 100 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പാചകവാതകത്തിന് പുറമെ ഇന്ധനവിലയും ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ചയ്ക്കിടെ 1 ലിറ്റർ പെട്രോളിന് 1.37 രൂപയും ഡീസലിന് 1.53 രൂപയും കൂട്ടി. 2008 ക്രൂഡ് ഓയിൽ വില $150 പോലും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില ഈ നിലവാരത്തിന് താഴെയായിരുന്നു. ക്രൂഡ് ഓയിൽ വില ഇപ്പോൾ വീപ്പയ്ക്ക് $50 മാത്രമാണ്. കഴിഞ്ഞ 7-8 മാസക്കാലമായി തുടർച്ചയായി കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഇടവേള നൽകുന്ന കാര്യം പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി. തുടർച്ചയായുള്ള ജോലി ഡോക്ടർമാരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. കേരളം കാത്തിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഇന്ന് രാവിലെ 8 മണിക്ക് തുടങ്ങുന്ന വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചനകൾ 8:30 അറിയാനാകും. മുഴുവൻ ഫലവും ഉച്ചയോടെ അറിയുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുകളുടെ ഫലം 11 മണിയോടെ അറിയും. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഫലം ഉച്ചയോടെ അറിയാം. തപാൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചു. വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് രവീന്ദ്രനോട് ED ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 4ാം തവണയാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രവീന്ദ്രനെ ED നോട്ടീസ് അയക്കുന്നത്. നേരത്തെ 3 തവണയും ആരോഗ്യപ്രശ്നങ്ങൾ കാണിച്ച് രവീന്ദ്രൻ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചോദ്യം ചെയ്യലിൽ ഇളവ് തേടി CM രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. നിരന്തരം നോട്ടീസ് അയച്ച് ED ബുദ്ധിമുട്ടിക്കുന്നുവെന്നും ഇടക്കാല ആശ്വാസമായി ഹൈക്കോടതിയുടെ ചില ഇടപെടലുകൾ ആവശ്യമുണ്ടെന്നും രവീന്ദ്രൻ ഹർജിയിൽ പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന പരാതിയിൽ ബിനോയ് കോടിയേരിക്കെതിരെ മുംബൈ പോലീസിന്റെ കുറ്റപത്രം. കേസ് രജിസ്റ്റർ ചെയ്ത് 1.5 വർഷത്തിന് ശേഷമാണ് കുറ്റപത്രം നൽകുന്നത്. ടിക്കറ്റും വിസയും യുവതിക്ക് അയച്ചുകൊടുത്തതിന്റെയും മുംബൈയിൽ ഫ്ളാറ്റ് എടുത്തുകൊടുത്തതിന് ഉടമകളുടെയും മൊഴികൾ ബിനോയ്ക്കെതിരെ കുറ്റപത്രത്തിലുണ്ട്. ഈ രാക്ഷസ കൊതുകുകൾ ഇതെപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനോടനുബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ 5 പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വടകര, നാദാപുരം, വളയം, കുറ്റ്യാടി,
പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ചൊവ്വാഴ്ച വൈകുന്നേരം 6 മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 വരെ ജില്ലാ കളക്ടർ 144 പ്രഖ്യാപിച്ചത്. കോഴിക്കോടിന് പുറമെ കാസർഗോഡ്, മലപ്പുറം ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തി. മാധ്യമപ്രവർത്തകൻ SV പ്രദീപിന്റെ അപകടമരണത്തിൽ ലോറി ഡ്രൈവറെ പോലീസ് ചോദ്യം ചെയ്തു. ഭയം കാരണമാണ് നിർത്താതെ പോയതെന്നും അപകട സമയത്ത് ലോറി ഉടമയായ മോഹനനും ഒപ്പമുണ്ടായിരുന്നെന്നും അറസ്റ്റിലായ ലോറി ഡ്രൈവർ. ഹൈക്കോടതിയിലെ ഉന്നത IT സംഘത്തിന്റെ നിയമനത്തിൽ M. ശിവശങ്കർ ഇടപെട്ടിട്ടില്ലെന്ന് ഹൈക്കോടതി. ചീഫ് ജസ്റ്റിസിന്റെ മേൽനോട്ടത്തിലാണ് നിയമനം നടത്തിയതെന്നും ഉദ്യോഗസ്ഥ നിയമനത്തിൽ അന്വേഷണമില്ലെന്നും ഹൈക്കോടതി രജിസ്ട്രാർ വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. കേരളത്തിൽ ഇന്നലെ 56,453 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 5,218 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 33 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 2,680 ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 72 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4,478 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 622 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 46 ആരോഗ്യപ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,066 പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി. ഇതോടെ 57,757 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. കോവിഡ് ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള വിവരങ്ങൾ: കോട്ടയം 758, തൃശൂർ 712, എറണാകുളം 617, തിരുവനന്തപുരം 430, കൊല്ലം 419, പത്തനംതിട്ട 404, മലപ്പുറം 377, പാലക്കാട് 349, ആലപ്പുഴ 322, വയനാട് 281, കോഴിക്കോട് 276, കണ്ണൂർ 149, ഇടുക്കി 104, കാസർഗോഡ് 20. സംസ്ഥാനത്ത് ഇന്നലെ 12 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതോടെ സംസ്ഥാനത്ത് ആകെ 442 ഹോട്ട്സ്പോട്ടുകൾ. കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങുന്നതിന് പിന്നാലെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഈ സാഹചര്യം മുൻനിർത്തി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ. 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷനും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ. ഉത്തർപ്രദേശിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയാൽ അഴിമതിരഹിത സർക്കാർ രൂപവൽക്കരിക്കുമെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. പശ്ചിമബംഗാളിലെ ക്രമസമാധാന നില കാശ്മീരിലേതിനേക്കാൾ മോശമാണെന്ന ആശങ്ക പ്രകടിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കത്തയച്ച് സംസ്ഥാന BJP നേതാക്കൾ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് അടിയന്തരമായി കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും നേതാക്കൾ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബംഗാളിൽ മന്ത്രിസ്ഥാനം രാജിവെച്ച സുവേന്ദു അധികാരി ഈ ആഴ്ച BJPയിൽ ചേർന്നേക്കും. ആഴ്ചകൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിലാണ് സുവേന്ദു അധികാരി BJPയിൽ ഔദ്യോഗികമായി ചേരാനൊരുങ്ങുന്നത്. നീ ഇതുവരെ നിന്റെ ബാർ മാറ്റിയില്ലേ? HL പാത്രങ്ങളിൽ ബാക്ടീരിയ 19 മിനിറ്റിൽ 700% വളരുന്നു. പുതിയ ആന്റി ബാക്ടീരിയ എക്സോയിൽ ഇഞ്ചിയുണ്ട്. സൈക്ലോസാനിന്റെ പവറിനൊപ്പം ഇനി ഇഞ്ചിയുടെ ഗുണങ്ങളും. അതായത് ബാക്ടീരിയയുടെ മേൽ ഡബിൾ ആക്രമണം. എക്സോ ഫാമിലി, ഹെൽതി ഫാമിലി ഫ്രം ജ്യോതി ലാബ്. ഇന്ത്യയിൽ ഇന്നലെ 26,251 കോവിഡ് രോഗികൾ. മരണം 383. ഇതോടെ ആകെ മരണം 1,44,130. ഇതുവരെ 99.32 ലക്ഷം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 94.55 ലക്ഷം പേർ രോഗമുക്തി നേടി. രാജ്യത്ത് നിലവിൽ 3.30 ലക്ഷം രോഗികൾ. മഹാരാഷ്ട്രയിൽ ഇന്നലെ 3,442 കോവിഡ് രോഗികൾ. ഡൽഹിയിൽ 1,617 പേർക്കും പശ്ചിമബംഗാളിൽ 2,289 പേർക്കും കർണാടകയിൽ 1,185 പേർക്കും ആന്ധ്രയിൽ 500 പേർക്കും തമിഴ്നാട്ടിൽ 1,132 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ആഗോളതലത്തിൽ ഇന്നലെ 5,39,458 കോവിഡ് രോഗികൾ. അമേരിക്കയിൽ 1,70,277 പേർക്കും ബ്രസീലിൽ 40,625 പേർക്കും തുർക്കിയിൽ 32,102 പേർക്കും റഷ്യയിൽ 26,689 പേർക്കും ജർമ്മനിയിൽ 21,377 പേർക്കും രോഗം ബാധിച്ചു.
11,743 മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കയിൽ 2,465 പേരും, ബ്രസീലിൽ 854 പേരും, ഇറ്റലിയിൽ 846 പേരും, ജർമ്മനിയിൽ 805 പേരും, റഷ്യയിൽ 577 പേരും ഇന്നലെ മരിച്ചു. ഇതോടെ ആകെ 7.37 കോടി കോവിഡ് രോഗികളും 16.39 ലക്ഷം മരണവും സ്ഥിരീകരിച്ചു. 2021 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മുഖ്യാതിഥിയാകും. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ക്ഷണം UK പ്രധാനമന്ത്രി ജോൺസൺ സ്വീകരിച്ചുവെന്നും അതൊരു വലിയ അംഗീകാരമാണെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് അറിയിച്ചു. ട്വിറ്ററിലൂടെ പരിചയപ്പെട്ട 9 പേരെ കൊലപ്പെടുത്തുകയും മൃതദേഹങ്ങൾ വെട്ടിനുറുക്കുകയും ചെയ്ത ജപ്പാനിലെ ട്വിറ്റർ കില്ലർക്ക് വധശിക്ഷ. ടോക്കിയോയിലെ കോടതിയാണ് തക്കാഹിറോ ഷിറൈഷി എന്ന സീരിയൽ കില്ലർക്ക് വധശിക്ഷ വിധിച്ചത്. 2017 ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിലാണ് 8 സ്ത്രീകളെയും ഒരു യുവാവിനെയും തക്കാഹിറോ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പാകിസ്ഥാനിൽ പുതിയ ബലാത്സംഗ വിരുദ്ധ ഓർഡിനൻസിനെ പ്രസിഡന്റ് ആരിഫ് ആൽവി ചൊവ്വാഴ്ച അംഗീകാരം നൽകി. ബലാത്സംഗ കേസുകളിൽ കുറ്റക്കാരനാണെന്ന് പലതവണ കണ്ടെത്തുന്നവരെ രാസവസ്തുക്കൾ ഉപയോഗിച്ച് ഷണ്ഡീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ഓർഡിനൻസ്. മലയാളി താരം ശ്രീശാന്തിന്റെ സജീവ ക്രിക്കറ്റിലേക്കുള്ള മടങ്ങിവരവിനെ കളമൊരുങ്ങുന്നു. ജനുവരി 10 ആരംഭിക്കുന്ന സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിക്കുള്ള കേരളത്തിന്റെ 26-അംഗ സാധ്യതാ ടീമിൽ ശ്രീശാന്തിനെ ഉൾപ്പെടുത്തി. 7 വർഷത്തിനു ശേഷമാണ് ശ്രീശാന്ത് സജീവ ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുന്നത്. ഏറെ നാൾ നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഓസ്ട്രേലിയയ്ക്കെതിരായ പരമ്പരയിലെ 3-ാം ടെസ്റ്റിൽ രോഹിത്തിനെ കളിക്കാൻ സാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം നിന്ന് പോരാടിയ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ തകർത്ത് ഹൈദരാബാദ് FC. 2-3 ഗോളുകൾക്കായിരുന്നു ഹൈദരാബാദിന്റെ ജയം. ഇരട്ട ഗോളുകളുമായി അരിഡാനെ സെന്റാനയാണ് ഹൈദരാബാദിനായി തിളങ്ങിയത്. ഹാളിചരൺ നർസാരിയാണ് ശേഷിച്ച ഒരു ഗോൾ നേടിയത്. ജാക്വസ് മഗോമയാണ് ഈസ്റ്റ് ബംഗാളിന്റെ 2 ഗോളുകളും നേടിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.